ആഡംബരക്കാർ നികുതി വെട്ടിപ്പിൽ നടൻ ദുൽഖർ സൽമാൻ നിയമക്കുരുക്കിൽ. ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ചെത്തിയ വാഹനങ്ങൾ ദുൽഖർ സ്വന്തമാക്കിയെന്ന് കസ്റ്റംസ് നിരീക്ഷണം. ദുൽഖറിന്റെ 4 കാറുകൾ പിടിച്ചെടുത്തു. കൂടുതൽ കാറുകൾക്കായി അന്വേഷണം ശക്തം. ദുൽഖറിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് കസ്റ്റംസ് അധികൃതർ. നടൻ ദുൽഖർ സൽമാനെ വീണ്ടും കുരുക്കുമുറുകുന്നു. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നും ആഡംബര കാറുകൾ ഇന്ത്യയിലെത്തിക്കുന്ന വൻകിട ഗ്രൂപ്പിൽ നടൻ ദുൽഖർ സൽമാൻ അടക്കമുള്ള സിനിമാ താരങ്ങൾക്ക് പങ്കുണ്ടെന്നാണ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിരീക്ഷണം. ഭൂട്ടാൻ കാർ മാഫിയക്കെതിരെ രൂപീകരിച്ച ഓപ്പറേഷൻ നുംകോറിന്റെ പേരിൽ ദുൽഖറിന്റെ ആഡംബര കാറുകൾ കസ്റ്റംസ് വിഭാഗം നേരത്തെ പിടിച്ചെടുത്തിരുന്നു. നിസാൻ പട്രോൾ, ഡിഫൻഡർ, ലാൻഡ് ക്രൂയിസർ എന്നിവയാണ് പിടികൂടിയ വാഹനങ്ങൾ. ഈ വാഹനങ്ങൾ ദുൽഖറിന്റെ സിനിമകളിൽ ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ വാഹനങ്ങൾ സംബന്ധിച്ച് എല്ലാ രേഖകളും ഉണ്ടെന്നും നികുതി വെട്ടിപ്പിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും വാഹന തട്ടിപ്പിലെ കോയമ്പത്തൂർ റാക്കറ്റുമായി ബന്ധമില്ലെന്നുമാണ് ദുൽഖർ നൽകിയ മൊഴി. എന്നാൽ ഈ വാദം കസ്റ്റംസ് അംഗീകരിച്ചിട്ടില്ല. ഇതിനു പുറമെ വേറെയും ആഡംബര കാറുകൾ ദുൽഖറിന്റെ കൈവശമുണ്ടെന്നാണ് കസ്റ്റംസിന്റെ നിരീക്ഷണം. ദുൽഖറിന് ആരാണ് കാറുകൾ നൽകിയത്? എത്ര രൂപ വീതമാണ് കാറുകൾക്ക് നൽകിയത്? കാർ വിൽപ്പന നടത്തിയവരുമായി ദുൽഖറിന് എന്താണ് ബന്ധം? തുടങ്ങിയ അന്വേഷണമാണ് കസ്റ്റംസ് നടത്തുന്നത്. അതിനോടൊപ്പം നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണത്തിനെത്തുമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതോടെ ദുൽഖർ സൽമാൻ അടക്കമുള്ള സിനിമാ താരങ്ങൾ കൂടുതൽ കുരുക്കിലാകാനുള്ള സാധ്യത ഏറി വരികയാണ്. കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യൽ 7 മണിക്കൂറോളമാണ് നീണ്ടത്. നികുതി വെട്ടിച്ചു കടത്തിയ വാഹനങ്ങളാണ് താൻ വാങ്ങിയതെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് ദുൽഖർ കസ്റ്റംസിന് നൽകിയ മൊഴി. വാഹന കള്ളക്കടത്ത് റാക്കറ്റുമായി ബന്ധമില്ല. കൈവശമുള്ള വാഹനങ്ങൾക്ക് കൃത്യമായ രേഖകളുണ്ടെന്നും ദുൽഖർ നൽകിയ മൊഴിയിലുണ്ട്. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിനിടെ ദുൽഖറിന്റെ നിസാൻ പട്രോൾ, ഡിഫൻഡർ, ലാൻഡ് ക്രൂയിസർ വാഹനങ്ങൾ നേരത്തെ പിടിച്ചെടുത്തിരുന്നു. കളമശ്ശേരിയിലെ ഷോറൂമിൽ നിന്നാണ് നിസാൻ പെട്രോൾ പിടിച്ചെടുത്തത്. ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൽ ഉപയോഗിച്ച വാഹനമായിരുന്നു ഇത്. ഇതിൽ ഡിഫൻഡർ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ദുൽഖർ കോടതിയെ സമീപിച്ചിരുന്നു. പിന്നാലെ ദുൽഖറിനെതിരെ കസ്റ്റംസ് ഹൈക്കോടതിയിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും ഡിഫൻഡർ വിട്ടു നൽകുന്നത് പരിഗണിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. കസ്റ്റംസ് നിയമത്തിലെ സെക്ഷൻ 110A പ്രകാരം അന്വേഷണ പരിധിയിലുള്ള വാഹനങ്ങൾ ഉടമകൾക്ക് വിട്ടു നൽകാൻ കഴിയുമെന്നും വാഹനം വിട്ടു നൽകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം രേഖാമൂലം അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പറേഷൻ നുംകോറിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ബംഗാളിലെ ജയ്ഗാവോൺ സ്വദേശിയായ ബിശ്വദീപ് ദാസ് ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അസമിലെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ദീപക് പട്ടോവരി ഉൾപ്പെടെ 4 പേരെയും കൊച്ചി കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനോടകം നികുതി വെട്ടിച്ച 1000-ലധികം ആഡംബര വാഹനങ്ങൾ ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം ദുൽഖറിനെ ആസൂത്രിതമായി കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും രാഷ്ട്രീയ പകപോക്കലിന് കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നുമുള്ള ആരോപണങ്ങളും ശക്തമായി ഉയരുകയാണ്. വിദേശ നാടുകളിൽ നിന്നും നികുതി വെട്ടിച്ച് ധാരാളം ആഡംബര കാറുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ബിസിനസ് പ്രമുഖരും സിനിമാ താരങ്ങളും ഒക്കെയാണ് ആ വിധത്തിൽ സർക്കാരിനെ വെട്ടിച്ച് ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കുന്നത്. ലക്ഷറി കാർ റാക്കറ്റിന്റെ തട്ടിപ്പ് കണ്ടെത്താനാണ് ഓപ്പറേഷൻ നുംകോർ വഴി കസ്റ്റംസ് ശ്രമിക്കുന്നത്. തന്റെ കൈകൾ ശുദ്ധമാണെന്ന നടൻ ദുൽഖറിന്റെ വാദം തെളിയിക്കാൻ ദുൽഖറിന് കഴിയുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തുതന്നെയായാലും നികുതി വെട്ടിച്ച് ആഡംബര കാറുകൾ സ്വന്തമാക്കിയ പ്രമുഖരെല്ലാം ഉൾക്കിടിലത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്.